ഹലോ, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് മനസ്സിലായി കാണും എല്ലാവർക്കും നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ CHSL CGL അല്ലെങ്കിൽ PSCയിലോ മാത്സ് ബേസിക്കായി വരുന്ന ചോദിക്കുന്ന ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിലും ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, മാത്സിലെ സബ്ജക്റ്റാണ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ. വളരെ ട്രിക്കി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. മീൻസ് ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം എഴുതാൻ പറ്റുന്ന വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളും വരുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ഡയറക്റ്റ് നമ്മൾ ചോദ്യം സോൾവ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുന്നതിന് മുൻപ് ചില ബേസിക് കോൺസെപ്റ്റ്സ് വളരെ വ്യക്തമായിട്ട് അൾട്ടിമേറ്റ് ശ്രദ്ധയോടുകൂടി ഇരുന്ന് ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതി അത് മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ ഇതിനകത്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമായ രീതിയിൽ നമുക്ക് പല ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു സബ്ജക്റ്റാണ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. അത് പെർസെൻറ്റേജസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രിക്കാണ്. പക്ഷേ അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് കടക്കുക. അത് കാണുന്നത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും പെർസെൻറ്റേജസും നമ്മൾ ലേറ്റർ സ്റ്റേജസിൽ പഠിക്കുമ്പോൾ അതിനും എളുപ്പമാവും. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ടാണ്. സോ അത് പോയി കാണുക. ഞാനതിൻ്റെ കമൻറ്റ് താഴെ പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ ഇനി ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കി തരാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, ആ ഷോർട്ട് പോയി കാണുക, അതിനുശേഷം വന്ന് ഞാൻ ഈ പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് പ്രോബ്ലം സോൾവിങ്ങിലോട്ട് കടക്കാം. ഓക്കെ, സോ നമുക്കത് കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ്സിലോട്ട് കടക്കാം. മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ നോക്കൂ, നമ്മുടെ കയ്യിൽ 2 ലിറ്റർ വെള്ളമുണ്ട്, 8 ലിറ്റർ മിൽക്ക് ഉണ്ട്. ഇത് രണ്ടും കൂടെ നമ്മൾ ചേർക്കുന്നു. അപ്പോൾ എത്ര വരും? 10 ലിറ്ററിൻ്റെ ഒരു മിക്സ്ചർ വരും. പാലും വെള്ളത്തിൻ്റെ മിക്സ്ചർ. നമുക്ക് CHSL CGL അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള മിക്ക മാത്സ് ലൈക്ക് വളരെ ബേസിക് മാത്സ് വരുന്ന എക്സാമിലൊക്കെയോ ചോദിക്കുന്നത് ഇതിൽ നിന്നും ഈ സൊല്യൂഷനിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റുമ്പോഴും കുറച്ചെടുത്ത് ആഡ് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുന്നു, എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ്. അതാണ് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്ന ബേസിക് കാര്യം. ഇതിൽ അലിഗേഷനെ കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സിൽ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് മിക്സ്ചറിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, മിക്സ്ചറിനെ കുറിച്ച് പറയുമ്പോൾ മേ ബി കുറച്ച് എക്സ്ട്രാ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം തോന്നാം. നമ്മൾ ഈ മറ്റേ മിൽക്കിൻ്റെ മിക്സ്ചർ പോലെയുള്ള ഹോമോജനസ് മിക്സ്ചേഴ്സിനെ കുറിച്ച് മാത്രമേ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ എണ്ണ ആഡ് ചെയ്യുമ്പോൾ എണ്ണ ഒബ്വിയസ്ലി ഓയിൽ മേളിൽ വന്ന് കിടക്കുമല്ലോ, ഡെൻസിറ്റിയുടെ വ്യത്യാസമുള്ളതുകൊണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ഒരുപാട് ക്യൂരിയോസിറ്റി കൂടുതലുള്ളവർ ചോദിക്കും. അങ്ങനെയൊന്നുമില്ല. നമുക്ക് പാലിൽ വെള്ളം ചേർക്കുന്ന പരിപാടികൾ മാത്രമേ SSC ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ അതുപോലുള്ള സിമ്പിളായിട്ടുള്ള മിക്സ്ചേഴ്സിൻ്റെ കേസ്, ഹോമോജനസ് മിക്സ്ചർ, ആ കേസുകളെ ചോദിക്കുള്ളൂ. നമുക്ക് ഇവിടെ ഇപ്പോൾ തൽക്കാലം പാല് വെള്ളം ചേർക്കുന്ന കേസിനെ കുറിച്ച് സംസാരിക്കാം. പാലിൽ വെള്ളം ചേർത്താലും നമ്മൾ ക്വസ്റ്റ്യൻസിലൊന്നും വെള്ളം ചേർക്കുന്നതല്ല. എല്ലാ ക്വസ്റ്റ്യൻസും സിലബസിന് ഫോളോ ചെയ്തിട്ടുള്ള എവറി നൂക്ക് ആൻഡ് കോർണർ നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. നമുക്ക് ഒരു തരത്തിലുള്ള യൂട്യൂബിലൊരു ബാച്ച്, വേറെ പെയ്ഡ് ബാച്ച്, അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇവിടെ പറയുന്ന എല്ലാം ഫ്രീ ആയിരിക്കും. എല്ലാ സിലബസും കവർ ചെയ്യും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ മാക്സിമം പവറിൽ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നമുക്ക് കോൺഫിഡൻസോടെ എക്സാമിനെ നേരിടാം. ഓക്കെ, ബാക്ക് ടു ദ മാറ്റർ. അപ്പോൾ ഇവിടെ നോക്കൂ, 10 ലിറ്ററിൻ്റെ ഒരു മിക്സ്ചർ, പാലും 2 ലിറ്റർ വെള്ളവും 8 ലിറ്റർ പാലും കൂടെ ചേർത്ത് 10 ലിറ്ററിൻ്റെ ഒരു മിക്സ്ചർ നമ്മുടെ കയ്യിലുണ്ട്. ഈ 10 ലിറ്ററിൻ്റെ മിക്സ്ചറിൽ നിന്നും നമ്മളൊരു 2 ലിറ്റർ എടുത്ത് മാറ്റുക. ഏത്? ഈ മിക്സ്ചറിൽ നിന്നാണ് ഒരു 2 ലിറ്റർ നമ്മൾ എടുത്ത് മാറ്റുന്നു എന്ന് വിചാരിക്കും. 2 ലിറ്റർ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് എത്ര ഉണ്ടാവും? 8 ലിറ്റർ ബാക്കി ഉണ്ടാവും അല്ലേ? 10 ലിറ്ററിന് 2 ലിറ്റർ എടുത്ത് മാറ്റിയാൽ 8 ലിറ്റർ ബാക്കി ഉണ്ടാവും. ഇതിനെ
ഇങ്ങനെ സിമ്പിളായിട്ട് പറയാമെങ്കിലും മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ നമ്മൾ ഏത് കേസ് വന്നാലും എഴുതി പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ആ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10 ലിറ്റർ മിക്സ്ചറിൽ നിന്ന് 2 ലിറ്റർ എടുത്ത് മാറ്റി അല്ലേ? അപ്പോൾ അതിനെ ഫ്രാക്ഷൻസ് എഴുതി പഠിക്കണം. 10 ഭാഗങ്ങളുള്ളൊരു വസ്തുവിൽ നിന്ന് 2 ഭാഗം ഞാൻ എടുത്ത് മാറ്റി. ഇതെന്താ? എടുത്ത് മാറ്റിയ ഫ്രാക്ഷനാണ്. അപ്പോൾ 10 ഭാഗങ്ങളുള്ളതിൽ നിന്ന് 2 ഭാഗം എടുത്ത് മാറ്റിയ അവശേഷിക്കുന്ന എന്താ? 10ൽ 8 ഭാഗം അല്ലേ? 10 കുപ്പികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ 2 കുപ്പി 10ൽ 2 എടുത്ത് മാറ്റിയാൽ 10ൽ ബാക്കി എത്ര ഉണ്ട്? 10ൽ 8 ഉണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ളത് 10ൽ 8 എടുത്തു മാറ്റിയത് 10ൽ 2. നിങ്ങൾ ഇങ്ങനെ തന്നെ ഇതിനെ എഴുതി പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ശരി ഈ 10 ലിറ്ററിൽ നിന്ന് 2 ലിറ്റർ എടുത്ത് മാറ്റിയപ്പോൾ ആ എടുത്ത് മാറ്റിയ ഭാഗം എത്ര എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് 10 ലിറ്റർ ടോട്ടൽ ഉണ്ടായിരുന്നതിൽ നിന്ന് 10ൽ 2 ഭാഗം എടുത്ത് മാറ്റി. ഇതാണ് എടുത്തു മാറ്റിയതിൻ്റെ അളവ്. അപ്പോൾ ബാക്കി വന്നതിൻ്റെ അളവ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. 10 ലിറ്റർ ഉണ്ടായിരുന്നതിൽ നിന്ന് ബാക്കി വന്നത് എന്താ? 10 ലിറ്റർ ഉള്ളതിൽ 10ൽ 8 ശേഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇനി വരുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം എഴുതി പഠിക്കണം. എങ്ങനെ? 10 ലിറ്ററിൽ നിന്ന് 2 ലിറ്റർ എടുത്ത് മാറ്റി. അതായത് എന്താ? 10ൽ 2 എടുത്ത് മാറ്റി. അപ്പോൾ ഇനി എഴുതേണ്ടത് അപ്പോൾ എന്തോരം എടുത്ത് മാറ്റി? 10 ടോട്ടൽ ഇൻറ്റു 2/10. അവശേഷിക്കുന്നതോ 10ൽ 8. അപ്പോൾ 10 ടോട്ടൽ ഇൻറ്റു 8/10. ഇങ്ങനെ നിങ്ങൾ എഴുതി പഠിക്കണം. ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. ഇനിയാണ് നമ്മൾ മിക്സ്ചർ എന്ന കോൺസെപ്റ്റിനെ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. എന്താ? ഒരു മിക്സ്ചർ ഓവറോൾ ഒരു മിക്സ്ചറായിട്ട് നമ്മൾ എടുത്തു മാറ്റി എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിനകത്തുള്ള കോമ്പണൻസിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. എന്താ ഇതിനകത്തുള്ള കോമ്പണൻസ്? ഒന്ന് വാട്ടർ ഉണ്ട്, ഒന്ന് മിൽക്കുണ്ട്. രണ്ടും ഏതളവിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. എന്താ? 2 ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ 8 ലിറ്റർ മിൽക്കുണ്ട്. അതായത് 2:8 എന്ന അനുപാതത്തിൽ, അല്ലെങ്കിൽ 1:4. ഓരോ ലിറ്റർ വെള്ളത്തിനും 4 ലിറ്റർ പാല് വീതമാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ നേരത്തെ എഴുതാൻ പഠിച്ചല്ലോ ടോട്ടൽ ഇൻറ്റു 2/10 അല്ലെങ്കിൽ ടോട്ടൽ ഇൻറ്റു 8/10 എന്നുള്ളത്. അതിൻ്റെ ഒരു തിയറി, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വരുന്നത്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനല്ല, ബേസിക്കലി പറയാൻ വരുന്നത് മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ നിങ്ങൾക്ക് ഏത് ചോദ്യം നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സൊല്യൂഷനിൽ നിന്നും എത്രത്തോളം ഭാഗം ഞാൻ എടുത്തു മാറ്റുന്നു. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ അരക്കിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലും സംശയം വരില്ല. ഏത് തരത്തിലുള്ള കൺഫ്യൂസിങ് ക്വസ്റ്റ്യനും ചോദിച്ചോട്ടെ, ഏത് തരത്തിലുള്ള വെടക്ക് ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യനും ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മൈൻഡിലുണ്ടെങ്കിൽ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ഈസ് ഡൺ ഫോർ യു. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. സൊല്യൂഷൻ 10 ലിറ്റർ ഉണ്ട്, 2 ലിറ്റർ വെള്ളം, 8 ലിറ്റർ മിൽക്കും. ഇതിൽ നിന്ന് ഞാനിപ്പോൾ 2 ലിറ്റർ എടുത്ത് മാറ്റിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 5 ലിറ്റർ എടുത്ത് മാറ്റിയെന്ന് വിചാരിച്ചോ, എത്ര ഞാൻ അതിൽ നിന്ന് കുറയ്ക്കുന്നോ ആ കുറച്ച സെയിം അളവിൽ തന്നെയായിരിക്കും അതിനകത്തുള്ള അതിൻ്റെ കോമ്പണൻസും കുറയാൻ പോകുന്നത്. ഓക്കെ? അതായത് ഇവിടെ 10 ലിറ്ററിൽ നിന്ന് ഞാൻ 2 ലിറ്റർ എടുത്ത് മാറ്റി. അതെന്താ? 10ൽ 2. ഇതേ അളവിലായിരിക്കും വാട്ടർ കുറയുന്നത്, ഇതേ അളവിലായിരിക്കും മിൽക്കും കുറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും മൂന്നാമതൊരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതും കുറയുന്നത് അതേ അളവിലായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഓൾറെഡി 2 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ 2 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നതിൽ എത്ര കുറഞ്ഞു? ടോട്ടലി കുറഞ്ഞ സെയിം അല്ല ഇവിടെയും കുറയാൻ പോകുന്നത്. എത്ര കുറഞ്ഞത്? 10ൽ 2 പോയത്. 10ൽ 2 പോയത്. ആ പോയത് ഇത്ര എമൗണ്ടാണ്. ഇനി പാലാണെങ്കിലോ 8 ലിറ്റർ പാലുണ്ടായിരുന്നതിൽ എന്താ? 10ൽ 2 കുറഞ്ഞു. ഇതെന്താ? ഇത് രണ്ടും കൂടെ എന്താ? പോയതാണ്, റെഡ്യൂസ് ചെയ്തതാണ് അല്ലേ? എടുത്ത് മാറ്റിയ ഇതാണ്. അതേസമയം വേറൊരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം. എടുത്ത് മാറ്റിയതിൽ മാത്രമല്ല, ഇവിടെ അവശേഷിക്കുന്നതിലും ഇതേ റൂള് ബാധകമാണ്. അതായത് എത്രത്തോളമാണോ എടുത്ത് മാറ്റുന്നത് അത്രത്തോളം തന്നെ എന്താ
രണ്ടിലും കുറയും. എത്രത്തോളമാണോ ടോട്ടൽ സൊല്യൂഷനിൽ അവശേഷിക്കുന്നത്, അതായത് എന്താ ഇത് അത്രത്തോളം തന്നെ രണ്ട് സൊല്യൂഷനിലും ഉണ്ടാവും. അതായത് 2 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നതിൽ 8/10 അവശേഷിക്കുന്നു. 8 ലിറ്റർ പാലുണ്ടായിരുന്നതിൽ 8/10 പാല് അവശേഷിക്കുന്നു. അല്ലേ? ഇതെന്താണിത്? റിമൈനിങ്. അത് ആദ്യം എന്താ റെഡ്യൂസ് ചെയ്തത്, ഇത് റിമൈൻ ചെയ്തത്. അപ്പോൾ ബേസിക്കലി ഈ എഴുതിയതിൽ നിന്നും നമ്മൾ പറഞ്ഞു വന്നത് ഒരേ കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ഇത് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. ഒരു മിക്സ്ചറിൽ നിന്നും നമ്മൾ എത്രത്തോളം അളവ് എടുത്ത് മാറ്റുന്നോ അതേ അളവിൽ തന്നെയാണ് അതിലുള്ള കോമ്പണൻസും കുറയുന്നത്. ഇനി അതിൽ ബാക്കി മിച്ചം വരുന്ന സൊല്യൂഷൻ എത്രത്തോളം അളവിലുണ്ടോ അതേ സെയിം അളവിലാണ് അതിനകത്തുള്ള കോമ്പണൻസും അതിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും റിമെയിൻ ചെയ്യുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്താലേ മിക്സ്ചർ ആൻഡ് ലിഗേഷനെ സംബന്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി കുറച്ചും കൂടെ ഒരു എളുപ്പത്തിൽ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇതാണ് നമ്മുടെ ടോട്ടൽ സൊല്യൂഷൻ എന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ ടോട്ടൽ സൊല്യൂഷൻ. ശരി, ഇങ്ങനെ കാണിക്കണ്ട, അതിനകത്ത് ഇപ്പോൾ വരയ്ക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ടോട്ടൽ സൊല്യൂഷൻ. ഈ പറഞ്ഞ 10 ലിറ്ററിൻ്റെ ടോട്ടൽ സൊല്യൂഷൻ എന്ന് വിചാരിക്കുക. ഞാൻ നേരത്തെ നിങ്ങളോട് എന്താ പറഞ്ഞത്? നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇതിൽ 2 ലിറ്റർ വാട്ടറും 8 ലിറ്റർ മിൽക്കും ഉണ്ട്. അതായത് 1:4 എന്ന് പറഞ്ഞ അനുപാതത്തിലാണ് ഇതിനകത്ത് വെള്ളവും പാലും ഉള്ളത്. അതായത് ഓരോ ലിറ്റർ വെള്ളത്തിനും 4 ലിറ്റർ പാലുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ സൊല്യൂഷൻ നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ ഭാഗങ്ങളായിട്ട് എടുക്കുന്നത് വിചാരിക്കും. ഇതിങ്ങനെ പാലും വെള്ളവും കൂടിയുള്ള ടോട്ടൽ സൊല്യൂഷനാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ കുറേ എത്ര ഭാഗങ്ങളായിട്ട് എടുത്താലും ഈ ഓരോ ഭാഗത്തിലും ഇതേ റേഷ്യോയിലായിരിക്കും വെള്ളവും പാലും ഉണ്ടാവുക. 1 ലിറ്റർ വെള്ളത്തിന് 4 ലിറ്റർ പാല്. 1:4 1:4 1:4 1:4. മനസ്സിലായോ? അങ്ങനെ ത്രൂ ഔട്ട് 1:4 ആയിരിക്കും. മൊത്തത്തിലും 1:4 ആയിരിക്കും. എന്ത്? വാട്ടർ ടു മിൽക്കിൻ്റെ റേഷ്യോ ആണല്ലോ. ഇനി ഇതിൽ നിന്നും ഇത്രയും ഭാഗം എടുത്ത് ചാടിച്ചു എന്ന് വിചാരിക്കൂ, എടുത്ത് മാറ്റി. അതിൻ്റെ റേഷ്യോ ആ എടുത്ത് മാറ്റിയതിലും വെള്ളവും പാലും തമ്മിലുള്ള റേഷ്യോ 1:4 ആയിരിക്കും. അത് എടുത്തു മാറ്റുമ്പോൾ ഇവിടെ റിമെയിൻ ചെയ്യുന്ന വെള്ളവും പാലും തമ്മിലുള്ള റേഷ്യോ 1:4 ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇനി അടുത്തൊരു കോൺസെപ്റ്റിലോട്ട് വരാം. അപ്പോൾ ടോട്ടൽ സൊല്യൂഷനിൽ എത്രത്തോളം എടുത്തു മാറ്റുന്നു അത് തന്നെ 2 കോമ്പണൻറ്റും എടുത്ത് മാറുകയും എത്രത്തോളം അവശേഷിക്കുന്നോ അത് രണ്ടും അവശേഷിക്കുകയും ചെയ്യുന്നു നമ്മൾ പഠിച്ചു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കൂ. നമ്മളെന്താ പറഞ്ഞത്? ടോട്ടൽ സൊല്യൂഷനിൽ നിന്ന് 2 ലിറ്ററല്ലേ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ അതിനകത്ത് ബാക്കി വരുന്നത് 8/10. അപ്പോൾ വാട്ടർ എത്ര ബാക്കി വരും? വാട്ടർ 2 ഉണ്ടായിരുന്നു, 2 × 8/10. മിൽക്ക് എത്ര? 8 ഉണ്ടായിരുന്നു, 8 × 8/10. ഇതെന്താ? ബാക്കി വന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കുക. ഇപ്പോൾ ഈ ബാക്കി വന്നില്ലേ, ഈ ബാക്കി വന്നതിന് പിന്നെ നമ്മളൊരു 3 ലിറ്റർ കുറയ്ക്കുന്നു. എന്താ? 3 ലിറ്റർ എടുത്ത് മാറ്റുന്നു. ആദ്യം നമ്മൾ 2 ലിറ്റർ മാറ്റി, 3 ലിറ്റർ എടുത്ത് മാറ്റുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ ഉള്ള എന്താ 2 × 8/10 വാട്ടർ ഉണ്ട്. ഞാൻ എന്താ പറഞ്ഞത്? സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം മാറ്റുന്നോ അത് തന്നെ എല്ലാ കോമ്പണൻസിലും കുറയും. സൊല്യൂഷനിൽ നിങ്ങൾ എങ്ങനെയാണ് മാറ്റിയത്? 3 ലിറ്റർ. 3 ലിറ്റർ എത്ര ലിറ്ററിൽ നിന്നാണ് മാറ്റിയത്? 10 ആണോ? അല്ല. ശ്രദ്ധിക്കണം, ഇതാണ് വേറൊരു കാര്യം. നമ്മൾ ഓരോ പ്രാവശ്യം മാറ്റുമ്പോഴും ടോട്ടൽ സൊല്യൂഷൻ എത്ര മാറ്റം വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ 10 ലിറ്റർ ഉണ്ടായിരുന്നതാണ് 2 ലിറ്റർ എടുത്ത് മാറ്റിയത്. അപ്പോൾ എന്താ? 2/10 പോയത്. ഇപ്പം നമ്മൾ 2 ലിറ്റർ പോയപ്പോൾ എന്തായി? 8/10 ആയിരുന്നു അല്ലേ? 10 അവശേഷിച്ചു. ഇപ്പം 10 അവശേഷിക്കുന്നതിൽ നിന്നാണ് നമ്മൾ 3 ലിറ്റർ മാറ്റുന്നത്. അതായത് 8 ലിറ്ററിൽ നിന്നാണ് 10 ലിറ്ററിൽ നിന്ന് 2 ലിറ്റർ പോയപ്പോൾ പിന്നെ 8 ലിറ്ററല്ലേ ഉള്ളൂ. ഈ 8 ലിറ്ററിൽ നിന്നാണ് നമ്മൾ 3 ലിറ്റർ മാറ്റുന്നത്. അപ്പോൾ 8ൽ 3 ഭാഗം പോയി അല്ലേ? 8ൽ 3 ഭാഗം പോയപ്പോൾ അവശേഷിക്കുന്ന ഭാഗം എന്താ? 8ൽ 3 ഭാഗം പോയി അവശേഷിക്കുന്നത് എന്താ? 5/8. 5/8 അവശേഷിക്കുന്ന ഭാഗം. അപ്പോൾ എന്താ? ഈ ബാക്കി വന്ന ഈ ഭാഗത്തിലും എന്താണ്? 5/8 തന്നെ വാട്ടറും ഉണ്ടാവും, 5/8 തന്നെ മിൽക്കും ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി ഉള്ളത് എന്താ? 2 × 8/10. അതിൻ്റെ കൂടെ 5/8 അവശേഷിക്കുന്ന വാട്ടർ. ഓൾറെഡി ഉണ്ടായിരുന്ന മിൽക്ക് എന്താ? 8 × 8/10. അതല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്?
അപ്പോൾ അവശേഷിക്കുന്നത് എന്താ? 5/8 അല്ലേ? ഇതിൻ്റെ റേഷ്യോ നമ്മൾ എടുത്താലും എന്ത് വരും? നേരത്തെ സെയിം അതേ വരും. നേരത്തെ സെയിം റേഷ്യോയെ നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. നോക്കി നോക്കൂ. 8 8 പോയി, 5 5 5 വെട്ടിയാൽ എന്ത് വരും? 1 വരും. ഇവിടെ 1 വരില്ലേ? ഈസ് 2. ഇവിടെ എന്താ? 8 8 പോകുന്നു, 2 8/2 എന്താ? 4. 1:4. നോക്കൂ, ആദ്യം എന്താ 1:4 ഉണ്ടായിരുന്നു. 2 ലിറ്റർ എടുത്തു മാറ്റിയതിനകത്ത് 1:4 ഉണ്ടായിരുന്നു. അവശേഷിച്ചതിനകത്ത് 1:4 ഉണ്ടായിരുന്നു. പിന്നെ 3 ലിറ്റർ എടുത്തു മാറ്റിയാലും 1:4 ആണ്. അവസാനം വന്നതിലും 1:4 ആണ്. മനസ്സിലായോ? അപ്പോൾ എടുത്തു മാറ്റുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? രണ്ടാമത്തെ റൗണ്ടിൽ എടുത്തു മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ആദ്യം നിങ്ങൾ എന്താ 10ൽ നിന്ന് 2 എടുത്ത് മാറ്റിയത്. അപ്പോൾ ഓൾറെഡി ബേസിൽ എന്താ 8 വരണം. കാരണം 10 ലിറ്റർ മാറി. ഇപ്പോൾ 8 ലിറ്റർ ബേസിന്, ഇപ്പോൾ 8 ലിറ്റർ ബാക്കിയുള്ളൂ. അപ്പോൾ 8ൽ നിന്ന് 3 ലിറ്റർ എടുത്ത് മാറ്റിയപ്പോൾ 8ൽ 5 എന്നായി അവശേഷിച്ചത്. പോയത് 8ൽ 3. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൂടെ മൈൻഡിൽ ഫിക്സ് ചെയ്തല്ലോ. ഓക്കെ, ഇനി അടുത്ത കോൺസെപ്റ്റ് പറയാം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിലോട്ട് തന്നെ കടക്കാം, മിക്സർ ആൻഡ് അലിഗേഷനെ സംബന്ധിച്ച്. ഓക്കെ, സോ അടുത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എടുത്തു മാറ്റുമ്പോൾ ഉള്ള കാര്യം കണ്ടു. ഇനി വേറൊരു യുണീക്ക് സിനറിയോ ആണ്. നമ്മൾ ഈ മിക്സ്ചറിൽ നിന്ന് ഒരു 2 ലിറ്റർ മിക്സ്ചർ എടുത്ത് മാറ്റുന്നു. എന്നിട്ട് ഒരു 2 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ഒരു 2 ലിറ്റർ മിക്സ്ചർ മാറ്റുന്നു. സെയിം പ്രക്രിയ, വീണ്ടും ഒരു 2 ലിറ്റർ മിൽക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു 5 ലിറ്റർ മിക്സ്ചർ നമ്മൾ മാറ്റുന്നു, ഒരു 3 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്യുന്നു. ഈ 3 സിനാറിയോയുടെയും പ്രത്യേകതകൾ നിങ്ങൾ കണ്ടോ? ആദ്യം 2 ലിറ്റർ മിക്സ്ചർ മാറ്റി, എന്നിട്ട് പാല് 2 ലിറ്റർ ആഡ് ചെയ്തു, വെള്ളം ഒന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ എന്താ, പാലിൻ്റെ അളവ് കൂടി അല്ലേ? സൊല്യൂഷൻ അതുപോലെ നിന്നു. പിന്നെ എന്താ, വീണ്ടും അതിൽ നിന്ന് സെയിം 2 ലിറ്റർ മാറ്റി 2 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു. അപ്പോൾ പിന്നെയും എന്താ, പാലിൻ്റെ അളവ് കൂടി, വെള്ളത്തിൻ്റെ അളവ് പിന്നെയും കുറഞ്ഞു. പിന്നെ എന്താ, പിന്നെ 5 ലിറ്റർ മാറ്റി 3 ലിറ്റർ മിൽക്ക് ആഡ് ചെയ്തു. കുറച്ച് മിൽക്കിൻ്റെ അളവ് കൂടി, കുറച്ച് വാട്ടറിൻ്റെ അളവ് കുറഞ്ഞു. അപ്പോൾ ഇത് ഞാനിതിൻ്റെ ന്യൂമറിക്കൽ ആസ്പെക്റ്റ് പറയുന്നതിന് മുമ്പ് ആ കോൺസെപ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. 10 ലിറ്റർ മിക്സ്ചറിൽ നിന്ന് 2 ലിറ്റർ എടുത്ത് മാറ്റി. ഞാൻ ആദ്യം പറഞ്ഞ എന്താ, ഒരു മിക്സ്ചറിൽ നിന്ന് എത്രത്തോളം നിങ്ങൾ എടുത്ത് മാറ്റുന്നു, അപ്പോൾ അതിനകത്തുള്ള 2 കോമ്പണൻസും അതുപോലെ കുറയും, സെയിം ആയിട്ട് കുറഞ്ഞു. അതായത് വെള്ളവും കുറഞ്ഞു, പാലും കുറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു, പാൽ ആഡ് ചെയ്തു. അതായത് വെള്ളവും പാലും കുറഞ്ഞ സ്ഥലത്തേക്ക് മൊത്തം പാൽ ആഡ് ചെയ്തു. അപ്പോൾ പാല് അത്രയും കൂടി, വെള്ളം അത്രയും കുറഞ്ഞു. പിന്നെന്താ, സെയിം പ്രക്രിയ, പിന്നെയും വെള്ളം അത്രയും കുറഞ്ഞു, പാൽ അത്രയും പിന്നെയും കൂടി. ഓക്കെ, പക്ഷേ അടുത്തതിലും അങ്ങനെ തന്നെ, പക്ഷേ അളവിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വെള്ളത്തിനെ സംബന്ധിച്ച് അളവ് കുറയുന്നത് കൊണ്ട് ആ റേഷ്യോയുടെ ഇത് മാറ്റം അതിൻ്റെ ഭാഗത്തിൽ വരില്ല. മാറ്റം വരുന്നത് എന്താ, മിൽക്കിന് മാത്രമാണ്. നമ്മൾ ആ മിൽക്കിൻ്റെ കാര്യത്തിനെ കുറിച്ച് മാത്രം ഇവിടെ ബോധഡായാൽ നമുക്ക് ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എന്താണ്, ആദ്യത്തെ കേസ് എടുക്കൂ. 2 ലിറ്റർ എടുത്ത് മാറ്റി. അപ്പോൾ 2 ലിറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞു 10 ലിറ്ററിൽ നിന്ന് 2 ലിറ്റർ എടുത്ത് മാറ്റുമ്പോൾ ശേഷിക്കുന്ന ഭാഗം 10 അപ്പോൾ എന്താ, 2 ലിറ്റർ എന്താ, വെള്ളം എത്ര ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നതിൽ 10 ശേഷിക്കുന്നു. ഇതോ 2 ഉണ്ടായിരുന്നതിൽ 10 ശേഷിക്കുന്നു, എടുത്ത് മാറ്റി. പക്ഷെ എന്ത് ചെയ്തു, പാലിൻ്റെ ഇവിടെ 2 ലിറ്റർ ആഡ് ചെയ്തു. കണ്ടോ, പാലിൻ്റെ അവിടെ 2 ലിറ്റർ ആഡ് ചെയ്തു. പിന്നെന്താ ചെയ്തത്, ഇതിനകത്ത് എന്താ ചെയ്തത്, പിന്നെയും സെയിം പ്രക്രിയ അല്ലേ, 2 ലിറ്റർ എടുത്ത് മാറ്റി. ഇപ്പോൾ സൊല്യൂഷൻ്റെ അവസ്ഥ എന്താ, ആദ്യം 2 ലിറ്റർ എടുത്ത് മാറ്റി, പിന്നെ 2 ലിറ്റർ പാൽ ആഡ് ചെയ്തു. അപ്പോൾ സൊല്യൂഷൻ മൊത്തത്തിൽ ഇപ്പോൾ എന്ത് തന്നെയാണ്, 10 ലിറ്റർ തന്നെയാണ്. കാരണം എന്താ, 2 ലിറ്റർ എന്ത് എടുത്ത് മാറ്റിയിട്ട് 2 ലിറ്റർ ആഡ് ചെയ്താലും ടോട്ടലി അത് വെള്ളമാണെങ്കിലും പാലാണെങ്കിലും 10 തന്നെയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും മിച്ചം വരുന്നത് എന്താ, 10 ലിറ്റർ തന്നെയാണ്. എന്തിൻ്റെ, ഇതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഇത്ര അല്ലേ, അതിൻ്റെ പിന്നെയും 10 ലിറ്റർ. വെള്ളം കുറഞ്ഞു, പിന്നെയും 10 ലിറ്ററായി. പാലോ സെയിം, ഇതിൻ്റെ ശേഷിച്ച എന്താ, ആദ്യം കുറഞ്ഞു, എന്നിട്ട് 2 ലിറ്റർ ആഡ് ചെയ്തു, ഇതിൻ്റെയും 10 ലിറ്റർ
അല്ലേ? അതിൻ്റെയും 10 മാറി. അത് മാത്രമാണോ? 2 ലിറ്റർ ആഡ് ചെയ്യുകയും ചെയ്തു. വീണ്ടും ഇതിലെന്താ 2 ലിറ്റർ ആഡ് ചെയ്തു അല്ലേ, +2. അപ്പോൾ കണ്ടോ പാലിൻ്റെ ഇത് കോംപ്ലക്സ് വരികയാണ്, 2 ലിറ്റർ ആഡ് ചെയ്തു. അപ്പോൾ വീണ്ടും എന്തായി, വീണ്ടും 2 ലിറ്റർ മാറ്റിയിട്ട് നിങ്ങൾ 2 ലിറ്റർ ആഡ് ചെയ്തു, പിന്നെയും ടോട്ടൽ 10 തന്നെ. ഇനി അടുത്ത കേസിൽ എന്താ, അടുത്ത കേസിൽ 5 ലിറ്റർ മാറ്റി. അതായത് എന്താ, ടോട്ടൽ ഇപ്പോൾ 10 ഉണ്ടേ, 10ൽ നിന്ന് എന്താ 5 ലിറ്റർ മാറ്റി. അപ്പോൾ അവശേഷിക്കുന്നത് 5 ലിറ്റർ. അത് പകുതിയാണ് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 5/10 എന്ന് എഴുതിയാലും 1/2 എന്ന് എഴുതിയാലും കറക്റ്റാണ്. അതാണ് അവശേഷിക്കുന്നത് എന്തിൻ്റെ, ഇപ്പോൾ ഉള്ളതിൻ്റെ. ഇപ്പോൾ ഉള്ളത് എന്താ, 2 × 8/10 × 8/10. ഇതാണ് വെള്ളം. അതിൻ്റെ എന്തോരം കുറഞ്ഞു? 5 ലിറ്റർ എടുത്ത് മാറ്റി, പകുതി മാറ്റി. അപ്പോൾ പകുതിയോളം കുറഞ്ഞു. അവശേഷിക്കുന്നത് 1/2. ഇവിടെയോ, ഇവിടെ ഇതിൻ്റെ 2 × 8/10 + 2 × 8/10 + 2. അതിൻ്റെ പകുതി, 1/2. 5 ലിറ്റർ എടുത്ത് മാറ്റിയില്ലേ? എടുത്ത് മാറ്റിയിട്ട് എന്താ ചെയ്തത്? 5 ലിറ്റർ എടുത്ത് മാറ്റിയതിന് ശേഷം 3 ലിറ്റർ ആഡും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പം മൊത്തം എത്ര ലിറ്റർ ഉണ്ട്? അവസാന സ്റ്റെപ്പ് വന്നപ്പോൾ എന്താ, ഇവിടെ വന്നപ്പോൾ എന്താ, 2 ലിറ്റർ മാറ്റി 2 ലിറ്റർ ആഡ് ചെയ്തു, അപ്പോഴും 10, വ്യത്യാസമില്ല. പിന്നെയും 2 ലിറ്റർ മാറ്റി കുറച്ചു, 2 ലിറ്റർ ആഡ് ചെയ്തു, അപ്പോഴും 10. പിന്നെ ഇവിടെ എന്താ, 5 ലിറ്റർ മാറ്റി, അപ്പോൾ 5 ലിറ്റർ ആയി. എന്നിട്ട് 3 ലിറ്റർ ആഡ് ചെയ്തു. അപ്പോൾ 5 ലിറ്ററിലോട്ട് 3 ലിറ്റർ ആഡ് ചെയ്ത് എന്താ, 8 ലിറ്റർ. അവസാനം 8 ലിറ്ററേ ബാക്കി വരുള്ളൂ. അതായത് അവസാനം വന്നപ്പോൾ നോക്ക്, ആദ്യത്തെ കേസ്, രണ്ടാമത്തെ കേസ്, മൂന്നാമത്തെ കേസ് നോക്കി എന്തോരം കോംപ്ലക്സ് ആണ്. ഇത്രയും വെള്ളവും ഇത്രയും മിൽക്കുമാണ് അവശേഷിക്കുന്നത്. ഇത് ടോട്ടലി വരുന്നത് എന്താ, 8 ലിറ്ററും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കും, നേരത്തെ പോലെ ഇതും 1:4 റേഷ്യോയിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് ചോദിക്കും. അല്ല, കാരണം എന്താ, ഇവിടെ പാലിൻ്റെ അളവ് മാറി. അപ്പോൾ മിക്സർ ആൻഡ് അലിഗേഷനെ കുറിച്ച് ബേസിക് ആയിട്ടൊരു വേറൊരു കാര്യം കൂടിയാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താണത്? ഇപ്പോൾ ഒന്ന് ചിന്തിച്ചേ, കാര്യം ചിന്തിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടും എളുപ്പത്തിൽ. കിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. അതായത് ഈ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത്, ഒരു സൊല്യൂഷനിലോട്ട് ഒരു കോമ്പണൻറ്റ് അല്ലെങ്കിൽ 2 കോമ്പണൻറ്റ് തന്നെയാണെങ്കിലും വേറെ അളവിൽ ആഡ് ചെയ്യുമ്പോൾ, ഈക്വൽ അളവിൽ ആഡ് ചെയ്യുമ്പോൾ അല്ല, ഈക്വൽ അളവിൽ ആഡ് ചെയ്താൽ അത് തന്നെ റേഷ്യോ തന്നെ പിന്നെയും കൂടുകയല്ലേ. ഒരു കോമ്പണൻറ്റ്, ഒരു മിക്സ്ചറിലോട്ട് ഒരു കോമ്പണൻറ്റ് മാത്രം, ഇപ്പോൾ എന്താ, പാല് മാത്രം എക്സ്ട്രാ ആഡ് ചെയ്താൽ ഇതിൻ്റെ റേഷ്യോ വിൽ ചേഞ്ച്, റേഷ്യോ മാറും. ആഡ് ചെയ്താൽ. എടുത്തു മാറ്റിയാൽ മാറുമോ? ഇല്ല. നമ്മൾ നേരത്തെ കണ്ടു, എടുത്തു മാറ്റിയാൽ ആ കോമ്പോണൻസിൻ്റെ റേഷ്യോ അതുപോലെ തന്നെ നിലനിൽക്കും. അപ്പോൾ എന്താ, മിക്സർ ആൻഡ് അലിഗേഷനെ സംബന്ധിച്ച് നിങ്ങൾ ബേസിക്കായിട്ട് പഠിച്ച എന്താ, 2 കാര്യമാണ് ഇത്. 2 അല്ല 3 കാര്യം. ഒന്ന്, ഒരു സൊല്യൂഷനിൽ എത്രത്തോളം എന്താണ്, ഏത് റേഷ്യോയിലാണോ ഒരു സൊല്യൂഷനിൽ നിന്ന് നമ്മളത് എടുത്ത് മാറ്റുന്നത്, എത്ര ഭാഗമാണ് എടുത്ത് മാറ്റുന്നത്, അത്രയും തന്നെ ഭാഗം ആ കോമ്പോണൻസും മാറും. മനസ്സിലായോ? സൊല്യൂഷനിൽ നമ്മൾ എത്രത്തോളം കുറയ്ക്കുന്നു, അതേ ഇത് തന്നെ കോമ്പോണൻസ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളിലും കുറയും, കോമ്പോണൻസും കുറയും. അതൊന്ന്. 2, സൊല്യൂഷനിലോട്ട് നമ്മൾ ആഡ് ചെയ്താൽ എന്താണ്, റേഷ്യോ ചേഞ്ച് ആവും. ഇവിടെ എന്താ, എടുത്തു മാറ്റുമ്പോൾ റേഷ്യോ സെയിമുമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചത്. ഒന്ന്, സൊല്യൂഷനിൽ നമ്മൾ എടുത്തു മാറ്റുമ്പോൾ അതേ അളവിൽ തന്നെയാണ് എല്ലാ കോമ്പോണൻസിലും കുറയുന്നത്. അത് പുറത്ത് പോകുന്നതും അതേ റേഷ്യോയിലേക്ക്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ 10 ലിറ്റർ മിക്സ്ചറിൽ 1:4 എന്നാണ് വെള്ളവും പാലും ഉള്ളത്. ഇതിൽ നിന്ന് പുറത്തെടുത്ത് കളയുന്നതിലും 1:4 ആയിരിക്കും, ഇതിനകത്ത് അവശേഷിക്കുന്നതിലും 1:4 ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ, സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാനൊരു രീതിയിൽ പറഞ്ഞുതരാം.
ഇവിടെ എന്താ 1:4 എന്ന് മിൽക്കും വാട്ടർ എന്ന് വിചാരിക്കും. ഓക്കെ, നമ്മളൊരു പറഞ്ഞതിന് വേണ്ടി എടുക്കാം. ഇതിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഈ റേഷ്യോ മാറും. ഇവിടെ എന്താ വരുന്നത് നമുക്ക് കാൽക്കുലേഷൻ കൂടെ പറയാൻ പറ്റില്ല. പക്ഷേ മിൽക്കിൻ്റെ അളവ് ആ മാറാത്ത സാധനം അതുപോലെ തന്നെ നിലനിൽക്കും. അപ്പോൾ മിക്സഡ് ആൻഡ് അലിഗേഷനിൽ ഏത് പ്രോബ്ലംസ് നിങ്ങൾ വന്നാലും ഏത് എലമെൻ്റാണ് മാറുന്നത്, ഏത് എലമെൻ്റാണ് മാറാത്തത് എന്നും നിങ്ങൾ എന്താണ് ചോദ്യത്തിൽ നോക്കണം. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. മിക്സഡ് ആൻഡ് അലിഗേഷനിൽ ഏത് എലമെൻറ്റ് മാറുന്നുണ്ട്, ഏത് മാറുന്നില്ല, ചേഞ്ച് ആവുന്നില്ല, മാറുന്നില്ല എന്നുള്ള ഈ 2 ചോദ്യം നിങ്ങൾ ആ ചോദ്യം വായിക്കുമ്പോൾ വളരെ പ്രധാനമാണ്. ആ ചോദ്യം വായിച്ചിട്ട് ഇതാണ് മാറുന്നത്, ഇതാണ് മാറാത്തത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ കോൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻസിൽ ഇടുക. ഞാൻ പിന്നെയും ക്ലാരിഫൈ ചെയ്ത് വരുന്നതായിരിക്കും. ഈ വീഡിയോയിലുള്ള എല്ലാ കാര്യം പിന്നെയും നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇത് ലൈക്ക് ചെയ്ത് വെക്കുക, സേവ് ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള തരത്തിൽ നിങ്ങളിത് ഹാൻഡി ആയിട്ട് വെക്കുക. ഇനി നമ്മൾ അടുത്ത പാർട്ടിൽ പോകാൻ പോകുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പോൾ മിക്സ്ചർ ആൻഡ് മിക്സ്ചറിൻ്റെ നമ്മൾ അലിഗേഷനിലൂടെ പോയിട്ടില്ല. മിക്സ്ചറിൻ്റെ എല്ലാ കോൺസെപ്റ്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. റിവൈസ് ചെയ്യുക, കാരണം നല്ല ട്രിക്കി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് തുടങ്ങിയത്. CHSLകാർക്ക് ഇതിൽ നിന്ന് തുടങ്ങിയതിൻ്റെ കാര്യത. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചോദ്യങ്ങളിലോട്ട് സോൾവിങ്ങിലോട്ട് കടക്കാം.